ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൈരവി അമ്മ ആ മാല നിധിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്തുകൊണ്ടും ഈ മാലയ്ക്ക് യോഗ്യതയുള്ളവൾ നിധിയാണെന്ന് പറയാൻ കേട്ടോ. വസുന്ധരയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കഴുത്ത് നീട്ടി നിൽക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ ആ മാല വീഴാത്ത ആ സങ്കടം വസുന്ധരയ്ക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിലോ നിധിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ മാല ഇടലുണ്ടല്ലോ, അത് തന്നെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ നിധി കഴുത്തിൽ മാല ഇടുമ്പോൾ ഗൗതമും പ്രണവും ഇത് തന്നെയാണ് ഉത്തമമായ തീരുമാനം എന്നുള്ള ആ ഒരു തോടുകൂടി അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. പാറു അതേ ആ ഒരു അഭിപ്രായത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ വസുന്ധരയാണെങ്കിലും ആകെ ദേഷ്യത്തോടു കൂടി ഭൈരവിയമ്മേ എന്താണിതെന്ന് പറയുമ്പോൾ, വസു എന്തുകൊണ്ടും യോഗ്യത ഇവൾക്കാണ്, കാരണം നീ ഒരുപാട് വഞ്ചനകളും തെറ്റുകളൊക്കെ ചെയ്തല്ലേ എന്നൊക്കെ ഭൈരവിയമ്മ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വസുന്ധരയ്ക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ സമയം വസുന്ധരയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നിധിയുടെ മുന്നിലോട്ട് നിധിയോട് പറയണേ, നീ ജയിച്ചെന്ന് കരുതി നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മുന്നിൽ നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലടി. അത് എനിക്കറിയാം, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും നീ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ആ സമയം ഉടൻ തന്നെ നിധി പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ മരതകമാല ആരുടെ കഴുത്തിലാണ് കിടക്കുന്നത് അവരുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. ഞാൻ ഈ ഒരു മാല കഴുത്തിലണിയുന്നതിനോട് യോജിപ്പില്ല, എനിക്കതിനോട് ഇഷ്ടവുമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരമംഗലത്തിൻ്റെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഈ അവകാശം അത് വീഴേണ്ടത് ആരുടെ കഴുത്തിലാണ് അവരുടെ കഴുത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്തിട്ട് ഇങ്ങനെ നിധി ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് വസുന്ധരയുടെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വസുന്ധര പറയാണ്, ആർക്ക് വേണ്ടിടി നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ടിടി എന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി വസുന്ധര പോകുന്നു കേട്ടോ. എന്നാൽ തനിക്കിത് അംഗീകരിക്കാൻ ഭൈരവിയമ്മക്ക് കഴിയില്ല. അങ്ങനെ പിന്നീട് ഭൈരവിയമ്മയെ യാത്രയാക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ് കേട്ടോ. ഇതേ സമയം ഗൗതമാണെങ്കിലോ നിധിക്കൊരു ഓർഫനേജ് വേണമെന്ന് പണ്ടേ മുതലുള്ള ഒരു ആഗ്രഹമാണ്. കാരണം അനാഥാലയത്തിലെ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത് തനിക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നും അതുപോലെ നോക്കി നടത്തണം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹം ഗൗതമിനോട് എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതമും നിധിയും കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവാണെങ്കിലോ നേരത്തെ തന്നെ ഡ്രസ്സ് മാറി വരുന്നുണ്ട്. അപ്പോൾ പ്രണവിനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ എന്ന് പാറു ചോദിക്കുന്നുണ്ട്. ആ സമയം ഏട്ടൻ എന്നോടൊരു ആവശ്യം പറഞ്ഞു, ആ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഞാൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ സമയം നിധി എന്താണ്, അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസാണ് എന്ന് പറഞ്ഞിട്ട് നിധിയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ നിധി ചോദിക്കുകയാണ്, എന്താണ് സർപ്രൈസ്, ആ സർപ്രൈസ് എന്നോടും കൂടി പറ എന്നിങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പ്രണവ് പറയാണ്, സർപ്രൈസ് എന്ന് പറയുമ്പോൾ അത് സർപ്രൈസ് അല്ലേ, അതൊന്നും കുഴപ്പമില്ല ഗൗതം, ഇനി എന്നോട് പറ എന്ന് പറയുമ്പോൾ നിധിയോട് ഗൗതം പറയാണ്, അതെ എനിക്ക് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമല്ലേ ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഒരു അനാഥ മന്ദിരം തുടങ്ങിയിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അത് നിൻ്റെ മനസ്സിലുള്ളതല്ലേ. അത് കേൾക്കുന്ന നിധി പറയുന്നത്, തീർച്ചയായും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയാണ്, എങ്കിൽ അത് നടപ്പാക്കാനുള്ള തീരുമാനമാണ് എൻ്റേത്. അത് കേൾക്കുന്ന നിധി ചോദിക്കുക, എന്താ ഇപ്പോൾ ഈ പറയുന്നത്? അതെ, അതിനുള്ളൊരു സ്ഥാപനം, അതിനുള്ള ഒരു സൈറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു സ്ഥാപനം തന്നെ, അത് ഞാൻ കാണിച്ചു തരാനാണ് പോകുന്നതെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന നിധി, ശരിയാണ് ഗൗതം പറയുന്നത് ശരിയാണെന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണം, ഞാനും ഏട്ടനും കൂടി അത് മുമ്പേ കണ്ടതാണ്, മുമ്പേ കണ്ടിട്ടില്ല, ഞങ്ങളത് പറഞ്ഞു വെച്ചതാണ്, അപ്പോൾ ഏട്ടത്തെയും കൂടെ ഉണ്ടാവണം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ യാത്ര തുടങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ കാറിൻ്റെ മുന്നിൽ കൈ കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളും അവളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ള ആ ഒരു പരിശ്രമമാണ് കേട്ടോ നടത്തുന്നത്. ഈ പെൺകുട്ടി കൈ കാണിക്കുമ്പോൾ തന്നെ പ്രണവിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്കിങ് സംഭവിക്കുകയാണ് കേട്ടോ. പ്രണവ് ഒരൊറ്റ നോട്ടേണ് നോക്കുന്നുള്ളൂ, പക്ഷെ പ്രണവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രണയം തന്നെ പൂവിടണം ആ ഒരൊറ്റ നോട്ടത്തിൽ. അവൾ അതീവ സുന്ദരിയാണ്, തൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവളെ തനിക്ക് വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഇതോടുകൂടി പ്രണവ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രണവ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി റോഡ് മുറിഞ്ഞ് കടക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ കുട്ടികളെ കെയർ ചെയ്യുന്നത് കാണുമ്പോഴും പ്രണവിന് വല്ലാത്തൊരു അത്ഭുതമായി തോന്നണം. അങ്ങനെ അതിലൊരു കുഞ്ഞ് ഈ പെൺകുട്ടിയോട് പറയുകയാണ്, റീമേക്കിൽ ഈ പ്രിയങ്ക അങ്ങനെ എന്തോട്ടാണ് പേര്. അപ്പോൾ ഈ പെൺകുട്ടിയോട് പറയുകയാണ്, എൻ്റെ ബാഗ് ഞാനവിടെ മറന്നു വെച്ചല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ആ സമയമാണെങ്കിലോ ഈ കുട്ടി ഇങ്ങനെ പറയാണ് അപ്പുറത്തെ സൈഡിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തന്നെ. അയ്യോ അതിനെന്താ ഞാൻ എടുത്തു വരാം എന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടി എന്ത് ചെയ്യുന്നു, റോഡങ്ങ് ക്രോസ് ചെയ്ത് അത് എടുക്കാൻ ഒരുങ്ങാണ് കേട്ടോ. പക്ഷേ ഇത് കാണുന്ന ഗൗതമും നിധിയൊക്കെ ഞെട്ടിപ്പോവാണ്. അവരൊക്കെ ഒരേപോലെ ഡോറ് തുറന്നിട്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ പ്രണവ് ആദ്യം ഓടി വരുന്നു കേട്ടോ. പ്രണവ് ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും ഒരുമിച്ച് നിന്ന് തന്നെ ആ കുഞ്ഞിനെ അങ്ങ് രക്ഷിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഗൗതം അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം നിധി എങ്ങനെയുണ്ട്, അവൻ്റെ ഒരു നോട്ടവും അവൻ്റെ ഒരു പ്രവൃത്തിയും കണ്ടില്ലേ എന്നിങ്ങനെ നിധിക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും അത് കണ്ണ് വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് പ്രണവ് ഈ പെൺകുട്ടിയെ തന്നെ ഹിമ വെട്ടാതെ ഇങ്ങനെ നോക്കണം കേട്ടോ. അവൾ ഇങ്ങോട്ടും തിരിച്ചു നോക്കണം, അവളും ഹിമ വെട്ടാതെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിധി പറയാണ് പ്രണവിൻ്റെ ഉള്ളിലൊരു സ്പാർക്കിങ് സംഭവിച്ചോ, എന്തോ ഒരു ഇത് വീണതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം പറയും അതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നീട് ഈ പെൺകുട്ടി ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുകയാണ്. അങ്ങനെ പ്രണവ് പറയണ താങ്ക്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ സമയം എന്തിനെന്ന് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പ്രണവ് പറയണേ അത് ഈ കുട്ടിയെ രക്ഷിച്ചതിന്, അതിന് ഞാൻ നിങ്ങളോടല്ലേ താങ്ക്സ് പറയേണ്ടത്. അയ്യോ ആണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അങ്ങനെ തന്നെ, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സമയം കാണാം അതുവഴി ഒരു ആംബുലൻസ് കടന്നു പോകുന്നു കേട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, താനേ ഈശ്വര ആ ആംബുലൻസിൽ പോകുന്ന ആ കുഞ്ഞിന് ആൾക്ക് ആരാണെങ്കിലും അവർക്കൊരു ആപത്തും കൂടാതെ അവരെ നീ കാത്തോളണേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പറച്ചിലായിരിക്കും കേട്ടോ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ പ്രണവ് വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇതിങ്ങനെ പറയുമ്പോൾ പ്രണവ് ചോദിക്കുക നീ എന്താണ് ഇത്ര വല്ലാതെ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ പറയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവൾക്കൊരു ആപത്തും കൂടാതെ അവൾ അതിലാരാ പോകുന്നത്, എന്തായാലും സങ്കടത്തോട് കൂടിയിട്ടാണല്ലോ, ജീവന് ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ലല്ലോ, അപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇത് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന പ്രണവിന് വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. പിന്നീടാണെങ്കിലോ ഇവിടെ ഇപ്പുറത്ത് ഇങ്ങനെ ഇവരെ കാണിക്കുന്നുണ്ട്, അതായത് ഗൗതമിനെയും നിധിയെ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരുടെ ഈ സ്നേഹവും ഈ പെരുമാറ്റമൊക്കെ കണ്ട് വല്ലാത്ത അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് പ്രണവ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് പ്രണവ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ ഈ യാത്ര തുടരാണ്. പ്രണവ് അന്ന് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളൂ. പക്ഷെ പ്രണവിനെ കഴിഞ്ഞ നിമിഷം ആ പെൺകുട്ടിയുടെ കണ്ണ്, അവളുടെ മുടി ഇതൊക്കെ തൻ്റെ കണ്ണിലൂടെ വീണ്ടും ഇങ്ങനെ പാറിപ്പറന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും പ്രണവിനെ ഇത് കാണുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പ്രണവിനോട് എന്തൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചോദിച്ചാലും പ്രണവ് അതിന് മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഗൗതം വണ്ടിയുടെ ഗ്ലാസ് ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ നിധിയോട് പറയാൻ അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം നിധി ഞാൻ കണ്ടു, അല്ല പ്രണവ് നീ എന്തിനാണ് പെട്ടെന്ന് ഓടിപ്പോയത്, അവൾ ഓടുന്നുണ്ടല്ലോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അത് പിന്നെ ആ കുട്ടിയുടെ ജീവൻ അത് രക്ഷിക്കാൻ പറ്റി, എന്തായാലും ഒരു വല്ലാത്ത പെൺകുട്ടിയില്ലേ, ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വയം ജീവൻ പോലും നോക്കാതെ എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് പറയാം നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു അത്ഭുതം തന്നെ അവരുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പ്രണവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് ഇങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. തനിക്കത് കണ്ണിൽ നിന്നും മറക്കാനാവാത്ത അത്രയും നല്ലൊരു കാഴ്ച തന്നെയാണല്ലോ. അങ്ങനെ പ്രണവ് വീണ്ടും ഇതങ്ങനെ ആലോചിക്കുമ്പോൾ നിധിക്ക് ഫോൺ വരുന്നു കേട്ടോ. നിധിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഫോൺ വരികയാണ്, നിങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ എത്താൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പാളുടെ ഫോണായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട് പ്രിൻസിപ്പാളുടെ ഫോണാണ്, സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഗൗതം എടുത്ത് നോക്കിയെന്ന് പറയണേ. അങ്ങനെ ഹലോ എന്താ മാം, അതെ നിധി ഒന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുമോ, അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അർജൻറ്റാണ്, ഞാൻ വൈകുന്നേരം വന്നാൽ മതിയോ, ഞാൻ തിരക്ക് പിടിച്ച് വേറൊരു സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് പറ്റത്തില്ല, നീ ഇപ്പം തന്നെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതമിനോട് പറയാണ് ഒന്ന് വണ്ടി നിർത്തിയേ, ഞാൻ പെട്ടെന്ന് സ്കൂളിലോട്ട് പോകാൻ നോക്കട്ടെ, എന്തോ അർജൻറ്റില്ലാതെ അവർ വിളിക്കില്ല, അപ്പം നിധി നിനക്ക് ഈ സൈറ്റ് കാണണ്ടേ, അപ്പോൾ അത്